നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ശതാബ്ദി സമാപനത്തിനൊരുങ്ങി മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം. ഒരു വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 22, 23 തീയതികളിൽ ഒരുക്കുന്ന സമ്മേളനങ്ങളോടെ സമാപിക്കും. സംഘത്തിന് ജന്മം നൽകിയ അയിരൂർ ചായൽ മാർത്തോമ പള്ളിയിൽ 22 വൈകുന്നേരം 6:30 ഉണർവ് കൺവെൻഷനും 23 രാവിലെ 7:30 വിശുദ്ധ കുർബാനയും 10:30 സമാപന സമ്മേളനവും ചേരും. ഉണർവ് കൺവെൻഷനിൽ റവറൻ A.T. സഖറിയ പ്രസംഗിക്കും. സംഘം പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. 23 രാവിലെ 7:30 ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കും. സംഘം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രത്യേക ശതാബ്ദി പതിപ്പ്, ഉണർവ് ഗാനങ്ങളുടെ ശതാബ്ദി പതിപ്പ് എന്നിവയുടെ പ്രകാശനവും സമ്മേളനത്തിൽ നിർവഹിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 30 കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ ഒരുക്കിയ സമ്മേളനത്തിലായിരുന്നു ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം. ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ആധ്യാത്മിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞതായി സംഘം പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയും ജനറൽ സെക്രട്ടറി റവറൻ P.C. ജെയിംസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം മാർത്തോമ സഭയിലെ അംഗങ്ങളുടെ ആധ്യാത്മിക ചൈതന്യത്തിന് എക്കാലവും മാറ്റുകൂട്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ അവസരത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഒരു നൂറ്റാണ്ട് നമ്മെ ഈ ഒരു പ്രസ്ഥാനത്തെ സംഘടനയെ നയിച്ച ദൈവം അനേക നമ്മുടെ പിതാക്കന്മാരിലൂടെ അതിന് നേതൃത്വം നൽകുവാൻ സഭയിലൂടെയൊക്കെയും അനുവദിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അച്ചൻകോവിലിൽ പുതിയ മിഷൻ ഹൗസ്, സുന്ദരപാണ്ഡിപുരത്തിനടുത്ത് സുരണ്ടയിൽ പുതിയ മിഷൻ ഫീൽഡ്, 100 കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്, 10 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, ഉണർവ് യോഗങ്ങൾ, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, മറാത്തി ഭാഷകളിലായി 1000 ബൈബിളുകളുടെ വിതരണം, വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ, പ്രതിദിന ധ്യാനം, ശതാബ്ദി വാല്യ പ്രസിദ്ധീകരണം തുടങ്ങിയവ ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് അനിയൻ കുഞ്ഞുപുല്ലാട്, അസിസ്റ്റന്റ് സെക്രട്ടറി ബാബുക്കുട്ടി നാരകത്താനി, ട്രഷറർ കോരുത്ത് സാമുവൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ റവറൻ സജു ജോൺ, കൺവീനർ തോമസ് ചെറിയാൻ കുരിശുമൂട്ടിൽ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, മലങ്കര മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വർഷക്കാലം നീണ്ടുവന്ന വൈവിധ്യമാർന്ന പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിലൂടെ സംഘം പ്രവർത്തനങ്ങൾ സജീവമാക്കുവാൻ ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാവരെയും ഈ അവസരം ഞാൻ അഭിനന്ദിക്കുന്നു. നവീകരണ ദർശനം ഉൾക്കൊണ്ട നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ദൈവവചനത്തോടെ ആഭിമുഖ്യം കാണിക്കുകയും വേദ പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ പുനരർപ്പണം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മാർത്തോമ സഭയിൽ ഇപ്രകാരം ഒരു സംഘടന രൂപപ്പെടുന്നതിനും 2024 ഓഗസ്റ്റ് 23 സംഘത്തിൻ്റെ ജന്മഗേഹമായിട്ടുള്ള അയിരൂർ ചായൽ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ശതാബ്ദി ആഘോഷവും തുടർ പ്രവർത്തനങ്ങളും സന്നദ്ധ സുവിശേഷ സംഘം പ്രവർത്തനങ്ങളെ കൂടുതൽ ചലനാത്മകമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും ഞാൻ ഈ അവസരം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനായിരിക്കണമെന്ന ദർശനം വിശ്വാസ സമൂഹത്തിന് നൽകിയ മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ അപൂർവ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങി അയിരൂർ ചായൽ മാർത്തോമ ഇടവക. 1924 ഓഗസ്റ്റ് 23 സന്നദ്ധ സുവിശേഷ സംഘത്തിന് ജന്മം നൽകിയ ചായൽ മാർത്തോമ ഇടവക 100ാം വാർഷിക സമാപനത്തിനും വേദിയാവുകയാണ്. അയിരൂർ, കുറിയന്നൂർ, മാരാമൺ, കോഴഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആത്മീയ തീക്ഷ്ണതയുള്ള
സഭാജനങ്ങളുടെ ഒത്തുചേരൽ സന്നദ്ധ സുവിശേഷ സംഘമായി രൂപപ്പെടുകയായിരുന്നു. 1923 ഓഗസ്റ്റ് 23 അയിരൂർ ചായൽ പള്ളിയിൽ ഒത്തുകൂടിയ വിശ്വാസ സമൂഹം ഒരു വർഷത്തിന് ശേഷം 1924 ജൂലൈയിൽ അയിരൂർ സെഹിയോൻ പള്ളിയിൽ യോഗം ചേർന്ന് സംഘം രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമയുടെ സുവിശേഷ ദർശനത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനത്തെ ദേവിശ്രീ CP ഫിലിപ്പോസ് കശേഷിയും മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയും കോളാക്കോട്ട് CJ ജോൺ ഉപദേശിയും ആരംഭഘട്ടത്തിൽ നയിച്ചു. 7 കർമ്മപരിപാടികളിലൂടെ പ്രവർത്തന സരണിയിൽ സംഘം ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. സംഘത്തിന്റെ പ്രാദേശിക ഘടകമായ ഇടവക മിഷനിലൂടെ സാധ്യമായ ആത്മീയ ചൈതന്യം സഭയിലും സമൂഹത്തിലും വലിയ സ്വാധീനമായി മാറി. ശതാബ്ദി സമ്മേളനത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. 4000-ഓളം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. പഴയതും പുതിയതുമായ പള്ളികളിലും ഓഡിറ്റോറിയത്തിലും പള്ളിക്ക് പുറത്തൊരുക്കുന്ന പന്തലിലും ഇരിപ്പിടങ്ങൾ ഒരുക്കും. വിവിധ സ്ഥലങ്ങളിലായി CCTVകൾ ക്രമീകരിക്കും. സമീപമുള്ള വിവിധ ഗ്രൗണ്ടുകളിലായി വാഹന പാർക്കിംഗും ഒരുക്കും. വാഹനങ്ങൾ ആളുകളെ ഇറക്കിയ ശേഷം ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യണം. വിവിധ സബ് കമ്മിറ്റികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി വരുന്നു. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ശതാബ്ദി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് 18 ഞായറാഴ്ച സംഘം പിറവിയെടുത്ത ചായൽ പള്ളിയിൽ നിന്ന് വിളംബര വാഹന ജാഥ സംഘടിപ്പിക്കും. പൂവൻമലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ സെഹിയോൻ പള്ളിയിൽ സമാപിക്കും. ചായൽ പള്ളി ഇടവക വികാരി റെവറൻ A. ഇബ്രഹാം ഫ്ലാഗ് ഓഫ് ചെയ്യും. സംഘം ജനറൽ സെക്രട്ടറി റെവറൻ PC ജെയിംസ് സമാപന സന്ദേശം നൽകും. സെന്ററിലെ എല്ലാ ഇടവകകളിൽ നിന്നും പ്രതിനിധികൾ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ജാഥ കോർഡിനേറ്റർ സാംകുട്ടി അയ്യക്കാവിൽ അറിയിച്ചു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നമ്മുടെ ഭാരതം വീണ്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 77 വർഷങ്ങൾ പൂർത്തിയായി. ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടുപൊരുതി സ്വന്തം ജീവൻ പോലും ബലിദാനമായി നൽകിയ ധീര വ്യക്തിത്വങ്ങളെ ഇത്തരുണത്തിൽ നമുക്ക് സ്മരിക്കാം. ഇന്ത്യയെ നാളിതുവരെ നയിച്ച ഭരണകർത്താക്കളെയും ഓർക്കാം. അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. സ്വാതന്ത്ര്യദിനം ഒരു വിമർശനാത്മക വിശകലനത്തിന് വിധേയമാകേണ്ട അവസരം കൂടിയാകണം. സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു ശ്വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജനത പലപ്പോഴും സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ഇരകളായി സ്വന്തം രാജ്യത്തെ അടിമകളായി ജീവിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ പൗരനും അനുഭവവേദ്യമാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരാകാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യദിനം ഒരു വിമർശനാത്മക വിശകലനത്തിന് വിധേയമാക്കേണ്ട അവസരം കൂടിയാകണമെന്ന് മെത്രാപ്പോലീത്ത ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു ശ്വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജനത പലപ്പോഴും സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഇരകളായി സ്വന്തം രാജ്യത്ത് അടിമകളായി ജീവിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുവാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ പൗരനും അനുഭവവേദ്യമാകുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ തനിമ. വേർതിരിവുകളുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ആധിപത്യ വിരുദ്ധതയുടെ കൂട്ടായ്മകളെ വിഭാവനം ചെയ്യുന്ന അവസരമായി സ്വാതന്ത്ര്യദിനം മാറട്ടെ എന്ന് ആശംസിക്കുന്നതായും മെത്രാപ്പോലീത്ത വ്യക്തമാക്കി. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ വൈദിക ശുശ്രൂഷയിലേക്ക് നിയോഗിതരായ ഷെമാശന്മാരുടെ കശീശ പട്ടം കൊട ശുശ്രൂഷ ഓഗസ്റ്റ് 28 സമാപിക്കും. 28 തിരുവല്ല സെയിന്റ് തോമസ് പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായിരിക്കും. ഷെമാശന്മാരായ ബ്ലെസൻ ജോർജ്, മാത്യു എബ്രഹാം വർഗീസ് എന്നിവർ കശീശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. 20 പൊള്ളാച്ചി നല്ലൂർ മാർത്തോമ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ
സ്തേഫാനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. ശമാശന്മാരായ ആർ സദാനന്ദം, ജോഷുവ എബ്രഹാം എന്നിവർ വൈദികരായി നിയോഗിതരാകും. 21 റാന്നി മന്നമരുതി ബഥേൽ മാർത്തോമ പള്ളിയിലും 22 വലിയകാവ് ബഥേൽ മാർത്തോമ പള്ളിയിലും ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് ആഫ്രിക്കൻ മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിൽ പട്ടം കൊട ശുശ്രൂഷകൾ നടത്തും. ശമാശന്മാരായ റിനോ ജോൺ, ജസ്റ്റിൻ എ തോമസ്, സോനു ജോർജ് തോമസ് എന്നിവർ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അയിരൂർ കർമേൽ, ഒരേക്കർ ഇമ്മാനുവൽ, പുനലൂർ സെന്റ് തോമസ്, പൂയപ്പള്ളി സെന്റ് തോമസ്, പിറവന്തൂർ സെന്റ് തോമസ് പള്ളികളിലും ശുശ്രൂഷകൾ നടന്നിരുന്നു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് ആഫ്രിക്കൻ മെത്രാപ്പോലീത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. അലൻ തോമസ് മാത്യു, ബിബൻ ഫിലിപ്പ്, സ്റ്റീഫൻ സി എബ്രഹാം, ജോഷുവ കെ ജോൺസൺ, അനു ഡാനിയൽ, സോനു വർഗീസ് ഉമ്മൻ എന്നിവർ കശീശ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. സമൂഹം അവഗണിക്കുന്നവരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതാണ് സഭകളുടെ ധർമ്മമെന്ന് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ. മണിപ്പൂർ കലാപത്തിനിരയായ 20 പെൺകുട്ടികളുടെ പുനരധിവാസത്തിനായി മാർത്തോമ സഭ അടൂർ ഭദ്രാസനം ആരംഭിച്ച SKM കെയർ ഹോം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ തീത്തോസ്. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽമാരായ വെരി റെവറൻ TK മാത്യു, വെരി റെവറൻ KV ചെറിയാൻ, CWC ചെയർമാൻ സനിൽ വെള്ളിമൺ, ഭദ്രാസന സെക്രട്ടറി റെവറൻ ബേബി ജോൺ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ബിനു പി രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ജെ സജിമോൻ, വർഗീസ് തരകൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റെവറൻ ജേക്കബ് കെ സാമുവൽ, പ്രിൻസിപ്പൽ റെൻസി ജേക്കബ്, MDS സെക്രട്ടറി PN മാത്യു, കൗൺസിൽ അംഗങ്ങളായ റെവറൻ ബെനു ജോൺ, എബി പാപ്പച്ചൻ, അലക്സാണ്ടർ ബേബി, ജോൺസൺ വൈദ്യൻ, സാമുവൽ കുട്ടി, ജിജി മാത്യു, ജാസ്മിൻ മാത്യു, സേവികാ സംഘം സെക്രട്ടറി സോമി ബിജു, ഡോക്ടർ ജെറി മാത്യു എന്നിവർ പ്രസംഗിച്ചു. കലയപുരത്ത് ഹോസ്റ്റൽ, ഭക്ഷണപുര, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അടക്കം 1 കോടി രൂപയുടെ കെയർ ഹോം നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്ന് ഭദ്രാസന സെക്രട്ടറി റെവറൻ ബേബി ജോൺ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ബിനു പി രാജൻ എന്നിവർ പറഞ്ഞു. ആർജിച്ച അറിവ് പങ്കിടുന്നതിലൂടെ മാത്രമല്ല, സ്നേഹവും കരുതലും നൽകി ഓരോ കുട്ടിയെയും ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് നല്ല അധ്യാപകർ രൂപപ്പെടുന്നതെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അധ്യാപക ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലീത്ത. ഭദ്രാസന സെക്രട്ടറി റെവറൻ മാത്യൂസ് എ മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS മുഖ്യപ്രഭാഷണം നടത്തി. റെവറൻ ജോളി തോമസ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. മാർത്തോമ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു, പ്രൊഫസർ അലക്സാണ്ടർ കെ സാമുവൽ, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, റെവറൻ ഡോക്ടർ തോമസ് കുര്യൻ അഞ്ചേരി, AV ജോർജ്, കൺവീനർമാരായ സൂസൻ തോമസ്, സൂസമ സാമുവൽ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ റെവറൻ തോമസ് മാത്യു ഐരൂർ, ലിനോദ് ചാക്കോ, ജിജി ഉടുക്കുള ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ചേർക്കള മാർത്തോമ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇംപയർഡിന്റെ ദശവത്സരാഘോഷം 17 ശനിയാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 ചേരുന്ന സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. CH കുഞ്ഞമ്പു MLA മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ടാകും. സമസ്ത മേഖലകളിലും സ്നേഹത്തിന്റെ സുവിശേഷം അനുസ്യൂതം പങ്കുവെക്കണമെന്ന് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ബോധിപ്പിച്ചു. നിരവധി വെല്ലുവിളികളുടെയും അനിശ്ചിതത്വത്തിന്റെയും മധ്യത്തിൽ ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ തേടിയുള്ള യാത്രയിൽ നിർണായക നേതൃത്വം നൽകിയ ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ മിഷണറി പ്രസ്ഥാനമാണ് പ്രസംഗ സംഘമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാരാമൺ റിട്രീറ്റ് സെന്ററിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മുൻകാല ഔദ്യോഗിക ചുമതലക്കാരുടെയും നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘം ജനറൽ സെക്രട്ടറി റെവറൻ എബി കെ ജോഷുവ, വെരി റെവറൻ ഡോക്ടർ D ഫിലിപ്പ്, വെരി റെവറൻ ഡോക്ടർ CK മാത്യു, റെവറൻ ജോർജ് വർഗീസ്, റെവറൻ ജോർജ് ഇബ്രഹാം, റെവറൻ ജിജി മാത്യൂസ്, റെവറൻ ചാക്കോ തോമസ്, റെവറൻ സാമുവൽ സന്തോഷം, അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്, സംഘം ഭാരവാഹികളായ റെവറൻ ജിജി വർഗീസ്, ഡോക്ടർ എബി തോമസ് വാരിക്കാട്, പ്രൊഫസർ എബ്രഹാം P മാത്യു എന്നിവർ സംസാരിച്ചു. ആയുസിന്റെ
സഭയുടെ മുന്നോട്ടുള്ള നാളുകളിൽ ദൈവവുമായുള്ള ബന്ധം സജീവമാക്കാനും പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നിരണം മാരാമൺ ഭദ്രാസന വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടറി PG ഫിലിപ്പ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ തോമസ് ജോസഫ് വാർഷിക വരവ് ചിലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. റവറന്റ് ബിബി മാത്യു ചാക്കോ, റവറന്റ് ജിജി തോമസ്, ജേക്കബ് ജോർജ്, തോമസ് പി അത്യാൽ എന്നിവർ സംസാരിച്ചു. ദൈവരാജ്യ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനും ഉതകുന്ന ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും സേവികാ സംഘത്തിനുണ്ടാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. നിരണം മാരാമൺ ഭദ്രാസന പ്രവർത്തന ഉദ്ഘാടനം ഞാൽഭാഗം സ്ലീബ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലീത്ത. ദൈവത്തോട് ചേർന്ന് കർമ്മനിരതരാകുമ്പോൾ വൻ മാറ്റങ്ങൾ ലോകത്തിൽ സാധ്യമാകും. സമൂഹത്തെ ശരിയായി നയിക്കുന്നതിൽ തുല്യ പങ്കാളിത്തമാണ് സ്ത്രീക്കും പുരുഷനും ദൈവം നൽകിയിരിക്കുന്നത്. എവിടെയൊക്കെ സ്ത്രീകൾ ബഹുമുഖ തലങ്ങളിൽ പങ്കാളിത്തം നൽകിയിട്ടുണ്ടോ അവിടെയൊക്കെ സമൂഹത്തിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വഴി തെളിച്ചിട്ടുണ്ടെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. സീനിയർ വികാരി ജനറൽ വെരി റെവറന്റ് ഈശോ മാത്യു, റെവറന്റ് G. എബ്രഹാം പണിക്കർ, റെവറന്റ് ഷാജി തോമസ്, സേവികാ സംഘം സെക്രട്ടറി സ്നേഹപ്രഭ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റീത്ര ക്ലാസുകൾ നയിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.